السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തുൽ ഹശറിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യുദ്ധത്തിലൂടെയല്ലാതെ ലഭിക്കുന്ന യുദ്ധാർജിത സ്വത്ത്, എന്നാൽ കുതിരപ്പടയോ മറ്റു നിലക്കുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധമോ നടക്കാതെയാണ് അത് ലഭിച്ചതെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ തീരുമാനിക്കാമെന്നും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക്, അനാഥകൾക്ക്, മിസ്കീനുകൾക്ക്, വഴിപോക്കർക്ക് തുടങ്ങി പാവങ്ങളായ, ഹാജത്തുള്ള, ആവശ്യക്കാരായ ആളുകളിലേക്ക് അത് നൽകപ്പെടുമെന്നും അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് പണക്കാരായ ആളുകൾക്കിടയിൽ മാത്രം കൈകാര്യം ചെയ്യപ്പെടാതെ പാവങ്ങളിലേക്ക് കൂടി എത്തുവാൻ വേണ്ടിയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ശേഷം അത്തരത്തിലുള്ള സ്വത്ത്, സമ്പാദ്യം അത് മറ്റു ആരിലേക്കൊക്കെയാണ് അത് നൽകപ്പെടേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് തുടർന്നുള്ള ആയത്തുകളിലുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഭാഗങ്ങൾ മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون. للفقراء, ഫക്കീറുകളായ ആളുകൾക്ക്. ഫക്കീറിൻ്റെ ജംആണ് ഫുഖറ. ദരിദ്രരായ ആളുകൾക്ക്. ലിൽ ഫുഖറ അഥവാ ഈ സ്വത്ത്, ഈ സ്വത്ത് നൽകപ്പെടേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ പരിഗണിക്കേണ്ടത് ആരെയാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ, മുഹാജിറുകളായ ഫക്കീറുകൾക്ക്. നമുക്കറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നവർക്കാണ് മുഹാജിർ എന്ന് പറയുന്നത്. സ്വന്തം വീടും നാടും സ്വത്തുക്കളും മറ്റു വിഭവങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വന്നവരാണ്. അങ്ങനെയുള്ള ഫക്കീറുകളുണ്ട്. ആ മുഹാജിറുകളിൽ തന്നെ ധനികരുമുണ്ട്, ഒന്നുമില്ലാത്തവരുമുണ്ടായിരുന്നു. ആ ഒന്നുമില്ലാത്ത ദരിദ്രരായ, നബിയുടെ പള്ളിയിൽ അഭയം തേടിയിരുന്ന, ആരെങ്കിലുമൊക്കെ വിളിച്ചു കൊണ്ടുപോയാൽ മാത്രം ഭക്ഷണമുണ്ടായിരുന്ന, പ്രത്യേകിച്ച് കച്ചവടമോ ഒന്നുമില്ലാതിരുന്ന ആളുകൾ, അവർക്കാണ് മുഹാജിറുകളിലെ ഫക്കീറുകൾ എന്ന് പറയുന്നത്. ആ ഫക്കീറുകൾക്ക് ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ, ആരാണവർ? അല്ലദീന, അവർ ഉഖ്രിജൂ മിൻ ദിയാരിഹിം,
അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. അഖ്റജ യുഖ്രിജു ഇഖ്റാജൻ, പുറത്താക്കുക. ഉഖ്രിജു, അവർ പുറത്താക്കപ്പെട്ടു. മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന്. ദാറിൻ്റെ ജംആണ് ദിയാർ. അവരുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ നാടുകളിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. വ അംവാലിഹിം, അവരുടെ ധനങ്ങളിൽ നിന്നും. മാലിൻ്റെ ജംആണ് അംവാൽ. കാരണം ചില കണ്ടീഷനിൽ മക്കയിലുള്ള ആളുകൾ ചിലരെ ഹിജ്റ പോകാൻ അനുവദിച്ചത്, നിങ്ങൾ പോയിക്കോ, പക്ഷേ മുഴുവൻ സ്വത്തും ഇവിടെ വിട്ടേച്ചു പോകണം, ഇതിൽ നിന്നൊന്നും എടുക്കാൻ പാടില്ല. ആ കണ്ടീഷനിൽ ആണെങ്കിൽ നിങ്ങൾക്ക് പോകാം. അവർ പോവില്ല എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്, പക്ഷേ അവർക്ക് ധനം ആവശ്യമുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു, എല്ലാ ധനവും നിങ്ങൾ എടുത്തോളൂ, ഞങ്ങളെ പോകാൻ അനുവദിച്ചാൽ മതി. അതുകൊണ്ടാണ് വ അംവാലിഹിം, അവരുടെ ധനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. എന്നാൽ എല്ലാവർക്കും ആ അവസ്ഥ ഉണ്ടായിരുന്നില്ല. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, യബ്തഗൂൻ, അവർ പ്രതീക്ഷിച്ചത്, ആഗ്രഹിച്ചത്. ഇബ്തഗ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക, തേടുക. യബ്തഗി ഇബ്തിഗാഅൻ, യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്, അവർ അള്ളാഹുവിൽ നിന്നുള്ള ഫദ്ലാണ് ആഗ്രഹിക്കുന്നത്. ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഔദാര്യം, അനുഗ്രഹം. ഫദ്ലൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വറിദ്വാന, അള്ളാഹുവിൻ്റെ പ്രീതിയും. റിദ്വാൻ എന്ന് പറഞ്ഞാൽ റിള, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ പൊരുത്തം. അപ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ തൃപ്തിയുമാണ് അവർ ആഗ്രഹിക്കുന്നത്. വയൻസുറൂന അല്ലാഹ വറസൂലഹ, അതേപോലെ അവർ അള്ളാഹുവിനെയും റസൂലിനെയും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു. നസറ യൻസുറു നസ്റൻ വയൻസുറൂന അല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും അവർ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു. ഉലായിക, അക്കൂട്ടർ, ഹും, അവർ തന്നെയാണ് അസ്വാദിഖൂൻ, സത്യസന്ധരായ വിശ്വാസികൾ. സ്വാദിഖ് എന്ന് പറഞ്ഞാൽ സിദ്ഖിൻ്റെ ആൾക്കാണ് സാദിഖ് എന്ന് പറയാം. അഹ്ലു സിദ്ഖ് ഹുമുസ്വാദിഖ്, ഹുമുസ്വാദിഖൂൻ, സിദ്ഖിൻ്റെ ആളുകളാണ് സാദിഖീങ്ങൾ, അഥവാ സത്യസന്ധരായ ആളുകൾ. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകളിൽ നിന്ന് തുടങ്ങുകയാണ്. അതിലൂടെ മുഹാജിറുകളുടെ ശ്രേഷ്ഠതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിശുദ്ധ ഖുർആനിൽ മുഹാജിറുകളെയും അൻസാറുകളെയും പറയുമ്പോൾ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്, അമ്പിയാക്കൾ കഴിഞ്ഞാൽ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് സ്വഹാബികൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾക്കാണ്. ആ സ്വഹാബികളെ പറയുന്നിടത്ത് ഒന്ന് മുഹാജിറുകൾ, മറ്റൊന്ന് അൻസാറുകൾ, പിന്നെ ഇവരെ പിന്തുടർന്നു വന്ന താബിഈങ്ങൾ. അങ്ങനെയാണ് അതിൻ്റെ ഘടന. മുഹാജിറുകൾ, അൻസാറുകൾ, പിന്നെ അവരെ പിന്തുടർന്നു വന്ന താബിഈങ്ങൾ. അതിലേറ്റവും ശ്രേഷ്ഠത ആദ്യം മുഹാജിറുകൾക്കാണ്, പിന്നെ അൻസാറുകൾക്കാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം മുഹാജിറുകളെയും അൻസാറുകളെയും പറയുന്നുണ്ടോ അവിടെയൊക്കെ ആദ്യം മുഹാജിറുകളെ പറയും, പിന്നെ അൻസാറുകളെ പറയും. അത് അൻസാറുകളെക്കാൾ ദറജയിൽ തഖ്ദീമ്, മുൻഗണന മുഹാജിറുകൾക്കാണ് എന്ന് കാണിക്കാനാണ്. അത് ഖുർആനിൽ എല്ലായിടങ്ങളിലും അങ്ങനെ തന്നെ കാണാം. കാരണം ഹിജ്റ ഈമാനിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ദറജയിൽ ഉള്ളതാണ്. മുഹാജിറുകളുടെ പ്രത്യേകത അല്ലദീന ആമനു വഹാജറു വജാഹദു. എന്നാൽ അൻസാറുകളിൽ നിന്ന് ആമനു വജാഹദു അത്ര ഉണ്ടായത്. എന്നാൽ മുഹാജിറുകളിൽ നിന്ന് സിയാദത്തുണ്ട്. എന്താണ്? ഹാജറു, ഹിജ്റ ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് ഫളിലും കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അവരിൽ നിന്ന് തുടങ്ങിയത്. ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ. മാത്രമല്ല എല്ലാ മുഹാജിറുകൾക്കുമല്ല, അവിടെ ലിൽ ഫുഖറ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്തവർക്ക് കൊടുക്കുക. കാരണം നേരത്തെ പറഞ്ഞു എന്താണ്? കൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും, നിങ്ങളിൽ ധനികർക്കിടയിൽ അത് ചെലവഴിക്കപ്പെടാതിരിക്കാൻ, അവിടെ മാത്രം ഒതുങ്ങാതിരിക്കാൻ. എന്നാൽ ഗനീമത്ത് സ്വത്താണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. ഫൈ സ്വത്ത് ഫക്കീറുകളെ മാത്രം പരിഗണിച്ച് നൽകാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ, അത്തരമൊരു ദറജ അവർക്ക് ലഭിക്കാനുള്ള കാരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുക.
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു വീട് എന്നത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഒരാൾ ഒരു വീടുണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്ന് ഈമാനിന് വേണ്ടി പുറത്തു പോകാൻ അവർ തയ്യാറായി. കാരണം സൂറത്തു തൗബയിൽ പറഞ്ഞതുപോലെ ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ വ മസാകിനു തർദൗനഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലി വ ജിഹാദിൻ ഫീ സബീലി. അവിടെ മനുഷ്യർക്ക് ഇഷ്ടമുള്ള 8 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞു. കുടുംബക്കാർ, ഇണകൾ, മക്കൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ഇഖ്വാനുകൾ, പിന്നെ കച്ചവടം. ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് ധനവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീടും. ധനവും ഇഷ്ടപ്പെടുന്ന വീടും. ഇതിനേക്കാളൊക്കെ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയെ കരുതിയിരുന്നുകൊള്ളൂ എന്നാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ അത് പാലിച്ചു. അവർക്ക് അവരുടെ കുടുംബത്തെക്കാളും നാടിനേക്കാളും വീടിനേക്കാളും സ്വത്തിനേക്കാളും ഞങ്ങൾക്ക് അള്ളാഹുവിനോടും റസൂലിനോടുമാണ് ഇഷ്ടം എന്ന് പ്രവർത്തനം കൊണ്ട് തെളിയിച്ചു. അതാണ് അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം. വീടും ധനവുമെല്ലാം അവർ ഒഴിവാക്കി. ഒരേ ഒരു നിയ്യത്ത് മാത്രമേ മനസ്സിലുള്ളൂ. എന്താണ്? യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വ റിദ്വാന. അള്ളാഹുവിൻ്റെ ഫദ്ലും അവൻ്റെ തൃപ്തിയും പടച്ചിറപ്പിൽ നിന്നുള്ള ഫദ്ൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി വല്ലതും ത്യജിച്ചാൽ അതിനേക്കാൾ ഖൈറായത് അള്ളാഹു നൽകുമെന്ന അടിയുറച്ച വിശ്വാസമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ തറക ലില്ലാഹി ഷൈഅൻ അവ്വലഹുല്ലാഹു ഖൈറൻ മിൻഹു. അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വല്ലതും ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഖൈറായത് അള്ളാഹു പകരം തരും. ഇതായിരുന്നു സ്വഹാബത്തിൻ്റെ യഖീൻ എന്ന് പറയുന്നത്. യഥാർത്ഥ വിശ്വാസികൾക്ക് ഈ യഖീൻ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തും ത്യജിക്കാൻ അവർ തയ്യാറാകും. കാരണം അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മളൊരു കാര്യം ഉപേക്ഷിക്കുന്നതെങ്കിൽ അതിനേക്കാൾ ഖൈറായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാകുന്നു. അതുകൊണ്ട് തന്നെ വീടും സമ്പത്തും ഉപേക്ഷിക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചു മനസ്സിലെന്താണ്? യബ്തഗൂന ഫദ്ലൻ മിൻ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമ്മെ ധന്യരാക്കും. ഈ സ്വത്തും സമ്പത്തുമൊക്കെ ആര് നൽകിയതാണ്? അള്ളാഹു നൽകിയതാണ്. അത് വീണ്ടും തരാൻ അള്ളാഹുവിന് കഴിവുണ്ട്. ഭൂമിയിലേക്ക് വന്നത് ഒന്നും കൊണ്ടല്ല, വെറും കൈയോടെ വന്നതാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടിയത് അള്ളാഹു തന്നിട്ടാണ്. അപ്പോൾ അള്ളാഹു പറയാണ് അതിവിടെ ഉപേക്ഷിച്ചു, മറ്റൊരു നാട്ടിലേക്ക് പോകൂ, നിങ്ങൾക്കവിടെ നൽകാം. വമൻ യുഹാജിർ ഫീ സബീലില്ലാഹി യജിദ് ഫിൽ അർദി മുറാഗമൻ കസീറൻ വസഅ. ആരാണോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്നത് അവർക്ക് ഭൂമിയിൽ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അവർക്കത് കണ്ടെത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ ശക്തമായ സത്യസന്ധമായ പ്രതീക്ഷ അവർക്കുണ്ടായി. അതുകൊണ്ടാണ് അവരതിന് തയ്യാറായത്. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്. അതിന് പുറമെ വറിദ്വാന. ഇനി ദുനിയാവിൽ വെച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ പൊരുത്തം, റിദ്വാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി. വറിദ്വാനും മിനല്ലാഹി അക്ബറു. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദുനിയാവിലൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഇനി മരിക്കുന്നവരെ ഫക്കീറാണെങ്കിലും പടച്ചിറപ്പിൻ്റെ പ്രീതി ഉണ്ടെങ്കിൽ വറിദ്വാനും മിനല്ലാഹി അക്ബർ. അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ അവർ ആ പൊരുത്തം, പടച്ചിറപ്പിൻ്റെ ഇഷ്ടം, അതാണ് അവർ പ്രതീക്ഷിച്ചത്. അതിന് പുറമെ, അത് രണ്ടാമത്തെ ക്വാളിറ്റിയാണ്, അതിന് പുറമെ വയൻസുറൂനല്ലാഹ വ റസൂലഹു. അവർ അള്ളാഹുവിനെയും റസൂലിനെയും സഹായിക്കുകയാണ്. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ യൻസുറു ദീൻ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിനെ അവർ സഹായിച്ചു. അള്ളാഹുവിനെ സഹായിക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ദീനിനെ സഹായിക്കലാണ്. അള്ളാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ല. അള്ളാഹു സമദ്, അള്ളാഹു അസ്സമദാണ്. ഒരാളുടെയും ആശ്രയവും സഹായവും ആവശ്യമില്ലാത്തവനാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം എല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ യൻസുറൂൻ അല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കലാണ്. വ റസൂലഹു, പ്രവാചകനെയും സഹായിക്കലാണ്. ഇസ്ലാമിക ദഅവത്തിന്, ഇസ്ലാമിക പ്രബോധനത്തിന് നബിയെ സഹായിക്കുക, ആ വിഷയത്തിൽ നബിയുടെ കൂടെ നിൽക്കുക,
ആ വിഷയത്തിൽ നബിയെ പ്രതിരോധിക്കുക, ആ വിഷയത്തിൽ പ്രവാചകൻ്റെ കൂടെ നിന്നുകൊണ്ട് പോരാടുക, ഇതിനൊക്കെ അവർ തയ്യാറായി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകളെക്കുറിച്ച് പറയുന്നത് ഉലൈക ഹുമുസ് സാദിഖൂൻ, അക്കൂട്ടർ തന്നെയാകുന്നു സത്യസന്ധരായ ആളുകൾ. ഈ ക്വാളിറ്റി ആരിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ടോ അവരൊക്കെ സത്യസന്ധരാണ്. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈക ഹുമുസ് സാദിഖൂൻ. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്ന ആളുകൾ, സുമ്മ ലം യർതാബു, പിന്നീട് അവർ സംശയിച്ചിട്ടേയില്ല, പരിപൂർണ യഖീനിലായിരുന്നു അവർ. ആ സംശയമില്ലാത്തതുകൊണ്ട് തന്നെ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അവർ ജിഹാദ് നടത്തി. തങ്ങൾക്ക് ലഭിച്ച സമ്പത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരം ത്യജിക്കാൻ, ഷഹീദുകളാവാൻ അവർ തയ്യാറായി. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാകുന്നു സത്യസന്ധർ. അപ്പോൾ ഈമാനിനെ അമലുകൊണ്ട് സത്യപ്പെടുത്തുന്നവർക്കാണ് സാദിഖീങ്ങൾ എന്ന് പറയുന്നത്. അത് വളരെ വലിയ ഒരു ദറജയാണ്. സിദ്ദീഖുകൾ, സാദിഖുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഉന്നതമായ സത്യവിശ്വാസത്തിൻ്റെ ദറജയിൽപ്പെട്ട ഔന്നിത്യമേറിയ ഒരു ദറജയാണ്. അത് വാക്കുകളെ പ്രവർത്തനങ്ങൾ കൊണ്ട് സത്യപ്പെടുത്തലാണ്. ഹൃദയത്തിലെ വിശ്വാസത്തെ അമലുകൊണ്ട് സത്യപ്പെടുത്തുന്നതിനാണ് സാദിഖ് എന്ന് പറയുന്നത്. ചിലർക്ക് ഉള്ളിലുണ്ടാകും, പക്ഷെ ഇതൊന്നും പ്രവർത്തിക്കാൻ ഒരുക്കമല്ല. ചിലർ പറയും, എന്നാൽ പ്രവർത്തിക്കാൻ ഒരുക്കമല്ല. എന്നാൽ ഉള്ളിലുള്ളത് നാവുകൊണ്ട് പറയുകയും ആ പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ അതാണ് സത്യസന്ധമായ നിലപാട്. അത്തരമൊരു ദറജയിൽ ഏറ്റവും ഹൈ ലെവലിലായിരുന്നു ആര്? മുഹാജിറുകൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വളരെ വലിയ ദറജയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ നൽകിയിട്ടുള്ളത്. സ്വഹീഹായ ഹദീസിൽ കാണാം, സ്വർഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചതിന് ശേഷം പിന്നെ ഏറ്റവും ആദ്യം പ്രവേശിക്കുന്നത് അൽ ഫുഖറാ ഉൽ മുഹാജിറൂൻ, മുഹാജിറുകളിൽപ്പെട്ട ഫഖീറുകളാണ് സ്വർഗത്തിലേക്ക് ഏറ്റവും ആദ്യം പ്രവേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് പറയുന്നത് വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. രണ്ടാമത്, ഈ രൂപത്തിലുള്ള സ്വത്ത് നൽകാൻ അർഹതപ്പെട്ടവർ വല്ലദീന, യാതൊരു കൂട്ടരാണ്, ഒരു വിഭാഗമാണ്. തബവ്വഉ, അവർ ഒരുക്കി വെച്ചു. തബവ്വഅ യതബവ്വഉ തബവ്വുഅൻ. തബവ്വഅ എന്ന് പറഞ്ഞാൽ ഒരുക്കുക, തയ്യാറാക്കുക. തബവ്വഉ ദാറ വൽ ഈമാന, വീടും ഒരുക്കി വെച്ചു, ഈമാനും ഒരുക്കി വെച്ചു. മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് തന്നെ, മുഹാജിറുകൾക്ക് മുമ്പ് തന്നെ. യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നു. അഹബ്ബ യുഹിബ്ബു ഇഹ്ബാബൻ, സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക. ഹബ്ബ യഹിബ്ബു ഹുബ്ബൻ, ഹബ്ബ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക, യഹിബ്ബു ഹുബ്ബൻ, ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. അഹബ്ബ യുഹിബ്ബു ഇഹ്ബാബൻ. യുഹിബ്ബൂന, അവർ സ്നേഹിക്കുന്നു, അവർ സ്നേഹിക്കുന്നു. ആരെ? മൻ ഹാജറ ഇലൈഹിം,
അവരിലേക്ക് ഹിജ്റ ചെയ്തു വന്നവരെ, ഹാജറ യുഹാജിറു ഹിജ്റത്തൻ വ മുഹാജറത്തൻ, ഹിജ്റ പലായനം ചെയ്തു വന്നവരെ അവർ സ്നേഹിക്കുന്നു. വലാ യജിദൂന ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അവർ കാണുന്നില്ല. വജദ യജിദു വജ്ദൻ വ വിജ്ദാന, കണ്ടെത്തുക, ഉണ്ടാവുക. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ, അവരുടെ ഹൃദയങ്ങളിൽ അവർ യാതൊരു ഹാജത്തും കണ്ടെത്തിയില്ല. ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം. വലാ യജിദൂന ഫീ സുദൂരിഹിം, സദറിൻ്റെ ജംആണ് സുദൂർ. അവരുടെ ഹൃദയങ്ങളിൽ യാതൊരു ആവശ്യവും അവർ കണ്ടെത്തിയില്ല. ഏത് വിഷയത്തിൽ? മിമ്മാ ഊതൂ, അവർക്ക് നൽകപ്പെട്ടതിൽ. ആർക്ക് നൽകപ്പെട്ടതിൽ? മുഹാജിറുകൾക്ക്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മിമ്മാ ഊതൂ, മുഹാജിറുകൾക്ക് നൽകപ്പെട്ടതിൽ. ആറ്റ എന്ന് പറഞ്ഞാൽ നൽകുക, ഊത്തിയ നൽകപ്പെടുക. മിമ്മാ ഊതൂ, അവർക്ക് നൽകപ്പെട്ടതിൽ അഥവാ മുഹാജിറുകൾക്ക് നൽകപ്പെട്ടതിൽ ഒരു ആവശ്യവും ഇവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വയുസിറൂന അല അൻഫുസിഹിം, അവരേക്കാൾ അവർ പരിഗണിച്ചു. ആസറ അല എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ മറ്റൊന്നിന് പരിഗണന നൽകലാണ്. ആസറ അല, ആസറ യുസിറു ഈസാറൻ, ആസറ യുസിറു ഈസാറൻ. വയുസിറൂന അല അൻഫുസിഹിം, അവരുടെ സ്വന്തം നഫ്സിനേക്കാൾ അവർ പരിഗണന നൽകി മറ്റുള്ളവർക്ക്. വലൗ കാന ബിഹിം ഖസാസത്തുൻ, അവർക്ക് ഖസാസത്ത് ഉണ്ടായിരുന്നിട്ടുകൂടി, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും. ഖസാസ എന്ന് പറഞ്ഞാൽ അൽ ഫഖ്റു വൽ ഹാജത്തു വസൂഉൽ ഹാൽ. ഖസാസ എന്ന് പറഞ്ഞാൽ അൽ ഫഖ്റു ദാരിദ്ര്യം, വൽ ഹാജ ആവശ്യം, വസൂഉൽ ഹാൽ മോശമായ അവസ്ഥ. അതൊക്കെയാണ് ഖസാസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലൗ കാന ബിഹിം ഖസാസത്തുൻ, അവർക്ക് ആവശ്യവും ദാരിദ്ര്യവും ഉണ്ടെങ്കിൽ പോലും അവർ മറ്റുള്ളവരെ പരിഗണിച്ചു. വമൻ യൂഖ ശുഹ നഫ്സിഹി, ആരാണോ നഫ്സിൻ്റെ ഷുഹിൽ നിന്ന് രക്ഷപ്പെടുന്നത്. വശുഹു ഫി കലാമിൽ അറബ്, ഇബ്നു ജരീർ ഉത്തബരി രേഖപ്പെടുത്തി. വശുഹു ഫി കലാമിൽ അറബ്, അറബുകളുടെ ഭാഷയിൽ ഷുഹ് എന്ന് പറഞ്ഞാൽ അൽ ബുഖ്ലു, പിശുക്കാണ്. വമൻഉൽ ഫദ്ലി മിനൽ മാൽ, സമ്പത്തിൽ നിന്നുള്ള ഫദ്ല് മറ്റുള്ളവർക്ക് കൊടുക്കാതെ തടഞ്ഞു വെക്കലാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ട്, തൻ്റെ കയ്യിൽ അവർക്ക് ആവശ്യമുള്ളത് തൻ്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ട്, എന്നാലും കൊടുക്കൂല. അതാണ് പിശുക്ക്. അങ്ങേയറ്റത്തെ പിശുക്കിനാണ് ഷുഹ് എന്ന് പറയുന്നത്. അപ്പോൾ വമൻ യൂഖ ഷുഹ നഫ്സിഹി, സ്വന്തം നഫ്സിൻ്റെ ഷുഹിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ പ്രയാസം തോന്നുന്ന അവസ്ഥയിൽ നിന്ന് ആരാണോ കാത്തുരക്ഷിക്കപ്പെടുന്നത്. വഖാ യഖീ വിഖായത്തൻ, വഖ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക. അതിൻ്റെ മജ്ഹൂലായ വസ്നാണ് യൂഖ. വമൻ യൂഖ, ആരാണോ സംരക്ഷിക്കപ്പെടുന്നത്. ഷുഹ നഫ്സിഹി, തൻ്റെ നഫ്സിൻ്റെ പിശുക്കിൽ നിന്ന്. ഫഉലൈക, അക്കൂട്ടർ, ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. ഹുമുൽ മുഫ്ലിഹൂൻ, അഫ്ലഹ എന്ന് പറഞ്ഞാൽ വിജയിക്കുക. യുഫ്ലിഹു ഇഫ്ലാഹൻ, വഹുവ മുഫ്ലിഹുൻ, മുഫ്ലിഹ് എന്ന് പറഞ്ഞാൽ വിജയി. ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. അപ്പോൾ മുഹാജിറുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടനെ അൻസാറുകളെ കുറിച്ച് പറയൽ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അങ്ങനെ മുഹാജിറുകളെ പറഞ്ഞാൽ ഉടനെ അൻസാറുകളെ പറയും. ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് 8-ാമത്തെ ആയത്തിൽ മുഹാജിറുകളെ കുറിച്ച് പറഞ്ഞു, അവരുടെ സിഫാത്തുകൾ പറഞ്ഞു, അവരുടെ ദറജയുടെ കാരണത്തെക്കുറിച്ച് പറഞ്ഞു. 9-ാമത്തെ ആയത്തിൽ അൻസാറുകളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ സിഫാത്തുകളും അവരുടെ ശ്രേഷ്ഠതയുടെ കാരണങ്ങളുമാണ് ഈ ആയത്തിൽ പറയുന്നത്. അതിലൊന്ന് വല്ലദീന തബവ്വഉ ഉദ്ദാറ വൽ ഈമാൻ, അവർ ഈമാനും വീടും ഒരുക്കി വെച്ചു എന്ന് പറഞ്ഞാൽ മുഹാജിറുകൾ വരുന്നതിന് മുമ്പേ നമുക്കറിയാം മുഹാജിറുകളിൽ ഒരു ന്യൂനപക്ഷം ആണ് തുടക്കത്തിൽ വിശ്വസിച്ചത്, മക്കയിലുണ്ടായിരുന്നവർ. പക്ഷേ അതിനേക്കാൾ വലിയൊരെണ്ണം മദീനയിൽ വിശ്വസിച്ചിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള
പല സഹാബികളെയും മദീനയിലേക്ക് പറഞ്ഞയച്ചിരുന്നു. കാരണം മദീനയിൽ നിന്ന് അവർ പലരും മക്കയിലേക്ക് വന്നു, ഹജ്ജിനും മറ്റ് കാര്യങ്ങൾക്കും വന്ന സമയത്താണ് നബിയുടെ ദഅവത്ത് അവർ കേൾക്കുന്നത്. അവരിൽ പലരുടെയും മനസ്സിൽ ആ ദഅവത്ത് പതിച്ചു. അവർ പ്രകടിപ്പിച്ചിരുന്നില്ല. ആ ഒരു ആശയവും കൊണ്ടാണ് അവർ മദീനയിലേക്ക് തിരിച്ചുപോയത്. അങ്ങനെ പിന്നീട് അവർ നബിയുടെ അടുക്കൽ 1-2 തവണ വരുന്നുണ്ട്. പല അഖബ ഉടമ്പടികൾ പോലെയുള്ള ഉടമ്പടികൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് അവർക്ക് ദീന് കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കാൻ ചില സ്വഹാബികളെ പറഞ്ഞയക്കുന്നു. അങ്ങനെ മദീനയിലെ വലിയ ഗോത്രങ്ങൾ വരെ ഇസ്ലാം സ്വീകരിച്ച് റെഡിയായി നിൽക്കുകയാണ്. അതിന് ശേഷമാണ് അവർ നബിയുടെ അടുത്ത് വന്ന് മദീനയിലേക്ക് ക്ഷണിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് വന്നോളൂ, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം. ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് പോലെ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. നിങ്ങളുടെ കൂടെ എല്ലാറ്റിനും ഞങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മദീനയിലേക്ക് വന്നോളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് നൽകുകയും അങ്ങനെ ഉടമ്പടിയിൽ അവർ ഏർപ്പെടുകയും പകരം സ്വർഗം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി അവർക്ക് വാഗ്ദാനം നൽകുകയും സ്വർഗം മതി എന്ന് പറഞ്ഞ് അവരിൽ ഓരോ ആളുകളും എഴുന്നേറ്റ് പ്രവാചകന് ബൈഅത്ത് ചെയ്തു എന്നാണ്. എന്താണ്? ദുനിയാവൊന്നും വേണ്ട, സ്വർഗം മതി, എല്ലാ പ്രൊട്ടക്ഷനും ഞങ്ങൾ നൽകാം. അപ്പോൾ നേരത്തെ തന്നെ ധാരാളം ആളുകൾ മദീനയിൽ വിശ്വാസികളായിരുന്നു. അതുകൊണ്ടാണ് അവർ ഈമാൻ ഒരുക്കി വെച്ചു എന്ന് പറഞ്ഞു. അവരൊക്കെ മുഅ്മിനുകളായിരുന്നു. അതിനു പുറമെ ഹിജ്റ വരുമെന്നവർക്കറിയാവുന്നതുകൊണ്ട് മുഹാജിറുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ മാക്സിമം, എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിലും മാക്സിമം ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യവും അവർ ഒരുക്കിയിരുന്നു. വല്ലദീന തബവ്വഉ ഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ്. അവിടെ മിൻ ഖബ്ലിഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. അതിലൊന്ന്, അവർ ഹിജ്റ ചെയ്ത് വരുന്നതിന് മുമ്പ് തന്നെ, വന്നതിന് ശേഷം അന്വേഷിക്കല്ല, മറിച്ച് നേരത്തെ തന്നെ റെഡിയായി കാത്തു നിൽക്കുകയാണ്. രണ്ടാമത്തത്, മുഹാജിറുകളിൽ വലിയൊരു സംഘം മുഅ്മിനുകളാവുന്നതിന് മുമ്പേ തന്നെ സത്യവിശ്വാസം അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ 2 തഫ്സീറാണ് അതിനുള്ളത്. മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ചരിത്രകാരൻ്റെ വിശദീകരണമല്ലല്ലോ, ഒരു ചരിത്രകാരൻ പറയുന്ന വാക്കുകളല്ല ഇത്. അങ്ങനെയാകുമ്പോൾ ബാഹ്യമായി നോക്കിയും കേട്ടറിവുമൊക്കെയാണ് എഴുതി വെക്കുക. ഇത് ദൃശ്യവും അദൃശ്യവും അറിയുന്ന, ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലെ വികാരങ്ങളെക്കുറിച്ചറിയുന്ന റബ്ബിൻ്റെ വാക്കുകളാണ്. അള്ളാഹുവാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെയായിരുന്നു. അവരുടെ മനസ്സിൽ ആ മഹബ്ബത്ത് പറയണം. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹി, അവരിലേക്ക് ഹിജ്റ ചെയ്ത് വരുന്നവരെ അവർ അക്ഷരാർത്ഥത്തിൽ സ്നേഹിച്ചു. സത്യവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്ന് കറകളഞ്ഞ ഹുബ്ബാണ്. ഈമാനിൻ്റെ മധുരം ആസ്വദിക്കുന്നതിനെക്കുറിച്ച് പറയുന്നിടത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ അയാൾക്ക് കഴിയും. അതിലൊന്ന്, അൻ യകൂന അല്ലാഹ വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അൻ യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അതാണൊന്ന്, അള്ളാഹുവിനെയും റസൂലിനെയും മറ്റെല്ലാറ്റിനേക്കാളും സ്നേഹിക്കുക. മുഹാജിറുകളുടെ ക്വാളിറ്റി പറഞ്ഞപ്പോൾ അതാ പറഞ്ഞത്. രണ്ടാമത്, വ അൻ യുഹിബ്ബ റജുല ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി മാത്രം മറ്റൊരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിമിനെ സ്നേഹിക്കാൻ അയാൾക്ക് പ്രേരണ ആയി തീർന്നത് ഏതെങ്കിലും നിലക്കുള്ള കുടുംബ ബന്ധമല്ല, സുഹൃത്ത് ബന്ധമല്ല, അയാളിൽ നിന്ന് എന്തെങ്കിലും ഭൗതികമായ ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ടുമല്ല, ഒരു പ്രശംസയോ വേറെയൊന്നും ആഗ്രഹിക്കാതെ തീർത്തും ആ വ്യക്തിക്ക് അള്ളാഹുവിന് ഇഷ്ടമുള്ള ചില പ്രവർത്തനങ്ങൾ അയാളിലുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് അയാളെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനും ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. അതാണതിൻ്റെ അടിസ്ഥാനം. കാരണം സത്യവിശ്വാസം അള്ളാഹുവിന് ഇഷ്ടമാണ്, തൗഹീദ്, അയാൾ തൗഹീദിൻ്റെ ആളാണ്. സുന്നത്ത് അള്ളാഹുവിന് ഇഷ്ടമാണ്, ആ വ്യക്തി സുന്നത്തിൻ്റെ ആളാണ്. എനിക്ക് ഇനി അദ്ദേഹത്തെ സ്നേഹിക്കാൻ വേറൊരു കാരണം ആവശ്യമില്ല. അയാൾ എന്നെ എല്ലാ ദിവസവും കാണുന്നില്ല, ഞങ്ങൾ തമ്മിൽ കച്ചവട ബന്ധമില്ല, എൻ്റെ മകളെ അയാളുടെ മകന് കെട്ടിച്ചു കൊടുക്കണമെന്ന നിയ്യത്തില്ല, അങ്ങനെയുള്ള യാതൊരു ഭൗതികമായ കരാറുകളുടെയും അടിസ്ഥാനമല്ല. മറിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരാളെ എനിക്കും ഇഷ്ടമാണ്. അതാണ് കറകളഞ്ഞ സ്നേഹം. ഈ സ്നേഹമായിരുന്നു അൻസാറുകൾക്ക് മുഹാജിറുകളോട്. വേറെ കാരണങ്ങളൊന്നുമില്ല.
യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹി. മാത്രമല്ല അവരിങ്ങോട്ടാണ് വരുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് പോവല്ല, അവരിങ്ങോട്ട് വരികയാണ്. അപ്പോൾ പകുത്തു നൽകേണ്ടത് തങ്ങളുടേതായ കാര്യങ്ങളാണ്. പക്ഷേ എന്നാലും ആ സ്നേഹത്തിന് ഒരു കുറവുമില്ല. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജറ വന്നവരെ ഇഷ്ടപ്പെടുന്നു. തീർന്നില്ല. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ, അവരുടെ ഹൃദയങ്ങളിൽ യാതൊരു ഹാജത്തുമില്ല. ഇത് പറയുന്നത് ആരാണ്? അള്ളാഹുവാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ അത്രയും കറകളഞ്ഞ ഒരവസ്ഥയാണ്. ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊന്നും പ്രകടിപ്പിക്കല്ല, കൃത്രിമമായ ചിരി, കൃത്രിമമായ സ്നേഹം. മറിച്ച് ഉള്ളിൽ അങ്ങനെയല്ലാത്തൊരവസ്ഥ ഉണ്ടാകാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അള്ളാഹു പറയാണ് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഹാജത്തില്ല. അഥവാ ചില ഉലമാക്കൾ തഫ്സീർ നൽകിയതുപോലെ വലാ യജിദൂന ഫീ സുദൂരിഹിം ഹസദൻ, ഒരു അസൂയയുമില്ല, ആരോടും ഒരു അസൂയയുമില്ല, ഒരു ഹാജത്തുമില്ല. മിമ്മാ ഊതു, മുഹാജിറുകൾക്ക് നൽകപ്പെട്ടതിൽ. ഏതൊക്കെയാണത്? 2 കാര്യങ്ങളാണ്. ഒന്ന് ആത്മീയം, മറ്റൊന്ന് ഭൗതികം. ആത്മീയം എന്താണ്? മുഹാജിറുകൾക്ക് അല്ലാഹു അൻസാറുകളേക്കാൾ ശ്രേഷ്ഠത നൽകി. അതിലൊരു വിഷമവും അവർക്കില്ല, കാരണം അവരത് അർഹിക്കുന്നു. അവരെയാണ് അല്ലാഹു ആദ്യം എടുത്തു പറഞ്ഞത്. ഭരണാധികാരം ആർക്കാണ്? മക്കയിലുള്ളവർക്കാണ്, മക്കക്കാർക്കാണ് ഭരിക്കാനുള്ള അധികാരം. അതേപോലെ വേറൊരുപാട് ശ്രേഷ്ഠതകൾ. ഇങ്ങനെ ഭൗതികമായ ഒരുപാട് ശ്രേഷ്ഠതകൾ മക്കയിൽ നിന്ന് വന്നവർക്കുണ്ട്, ഹിജ്റ വന്നവർക്കുണ്ട്, മുഹാജിറുകൾക്കുണ്ട്. ആ ഒരു ദറജ അവർക്ക് നൽകപ്പെട്ടതിൽ ഒരു അസൂയയും ഒരു ഹാജത്തും അവർക്കില്ല. അപ്പോൾ ആത്മീയമായ അവരുടെ ദറജയിൽ അവർക്ക് ആവശ്യമില്ല. അതേപോലെ തന്നെ സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ബനൂ നളീർ ഗോത്രത്തിൽ നിന്ന് ലഭിച്ചത് മുഴുവൻ മുഹാജിറുകൾക്കിടയിലാണ് വിതരണം ചെയ്തത്. അൻസാറുകളിൽ നിന്ന് 2 ആളുകളെ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. ഒന്ന് സഹ്ൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി, മറ്റൊന്ന് അബൂ ദുജാന. അവർ 2 പേരും അൻസാറുകളിലെ ഫക്കീറുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അൻസാറുകൾക്ക് കൊടുക്കരുത്, അൻസാറുകൾക്കും കൊടുക്കാമെന്നാണ് ഈ ആയത്ത് പറയുന്നത്. പക്ഷേ ഫക്കീറുകളെ പരിഗണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ 2 സഹാബികളെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. കൂടുതൽ പരിഗണിച്ചത് മുഹാജിറുകളെയാണ്. കാരണം അവരിൽ പലർക്കും വീടില്ല, കച്ചവടമില്ല, ഒന്നുമില്ല, എല്ലാം ഉപേക്ഷിച്ച് വന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അൻസാറുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇതാ നിങ്ങളുടെ സഹോദരങ്ങൾ അവരുടെ നാട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് വന്നവരാണ്, അവരുടെ കൈകളിൽ ഒന്നുമില്ല. അത് അൻസാറുകൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അൻസാറുകൾ അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അവരുടെ മനസ്സിൽ അതിൽ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല, ഒരു പ്രയാസമില്ല, അവർക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. മാത്രമല്ല വയുസിറൂന അലാ അൻഫുസിഹിം, അവർ സ്വന്തം നഫ്സിനേക്കാൾ മറ്റുള്ളവർക്ക് പരിഗണന നൽകി. വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് ആവശ്യങ്ങളുണ്ടായിട്ട് പോലും ഈ പറഞ്ഞ സ്വത്തും വീടുമൊക്കെ അവർക്ക് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, എല്ലാം എക്സ്ട്രാ ആയിരുന്നില്ല. മറിച്ച് ഉള്ളതിൽ നിന്ന് പകുത്ത് നൽകിയവരുണ്ട്, ഉള്ള കൃഷിയിൽ നിന്ന് പകുത്ത് നൽകിയവരുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമുണ്ട്, ആവശ്യക്കാർ അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാലും അവർ മറ്റുള്ളവരെ പരിഗണിച്ചു. വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി, ആരാണോ തൻ്റെ നഫ്സിൻ്റെ ഷുഹിൽ നിന്ന് രക്ഷപ്പെടുന്നത്, പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികളായിട്ടുള്ള ആളുകൾ, വിജയിക്കുന്ന ആളുകൾ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാലൽ മുഹാജിറൂൻ, മുഹാജിറുകൾ ഒരിക്കൽ പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, മാ റഅയ്നാ മിസ്ല ഖൗമിൻ ഖദിംന അലൈഹിം അഹ്സന മുവാസാതൻ ഫീ ഖലീലിൻ. അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ ഇതുവരെ യാത്ര ചെയ്ത് എത്തിപ്പെട്ട നാടുകളിൽ വെച്ച് അൻസാറുകളെപ്പോലെ ഒരു സമൂഹത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്താണ് അവരുടെ പ്രത്യേകത? ഒന്ന്, മുവാസാതൻ ഫീ ഖലീലിൻ, വളരെ കുറച്ചുള്ള ആളുകൾ പോലും അത് തുല്യമായി പങ്കുവെക്കുമായിരുന്നു. അൻസാറുകളുടെ ഒരു സ്വഭാവമായിരുന്നു, വളരെ കുറച്ച് മാത്രമാണുള്ളതെങ്കിൽ അവർ അത് പങ്കുവെച്ച് എല്ലാ വീട്ടിലേക്കും എത്തിക്കുമായിരുന്നു എന്നാണ്. അഷ്അരി കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത, അഷ്അരിയാക്കൾ മദീനയിൽ ഒരുപാടുണ്ടായിരുന്നു. അവരുടെ പ്രത്യേകത, ഒരു ദാരിദ്ര്യം വന്നാൽ അവർ എല്ലാ വീട്ടിലുള്ള വസ്തുക്കൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കും. കാരണം ഒരു വീട്ടിൽ കുറച്ചധികം ഉണ്ടാവും, വേറൊരു വീട്ടിൽ കുറേ ഉണ്ടാകും,
വേറൊരു വീട്ടിൽ തീരെ ഉണ്ടാവില്ല. പക്ഷേ എല്ലാം കൂടി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കൂട്ടിയിടും. എന്നിട്ട് അതിൽ നിന്ന് തുല്യമായി എല്ലാ വീടുകളിലേക്കും വീതിച്ചു കൊടുക്കും. ഇത് മദീനക്കാരുടെ ഒരു പ്രത്യേകതയായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് അഹ്സന മുവാസാത്തൻ ഫി ഖലീലിൻ. കുറച്ചേ ഉള്ളൂ എങ്കിൽ അത് എല്ലാവരിലേക്കും പങ്കുവെച്ച് കൊടുക്കുന്ന ഒരു വിഭാഗത്തെ ഞങ്ങൾ വേറെ കണ്ടിട്ടില്ല. വല അഹ്സന ബദലൻ ഫി കസീരിൻ. ധാരാളമുണ്ടെങ്കിലോ അഥവാ ഖലീലല്ല കൂടുതലുണ്ടെങ്കിലോ അതിൽ നിന്ന് ധാരാളമായി അവർ സദക്ക ചെയ്യുകയും ചെയ്തു. ധാരാളമായി സദക്ക ചെയ്തു. കുറേ ഉണ്ടെങ്കിൽ കുറേ കൊടുത്തു, കുറച്ചാണെങ്കിലോ തുല്യമാക്കി വിഭജിച്ചു. എനിക്ക് മാത്രം എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചില്ല, എല്ലാവർക്കും കൊടുത്തു. ലഖദ് കഫൗനൽ മഊന വ അഷ്റഖൂന ഫിൽ മഹ്നഇ. അതേപോലെ തന്നെ കൃഷിയിലും മറ്റും നമുക്ക് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാലത്തിൽ അൻസാറുകൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇഖ്സിം ബൈനനാ വ ബൈന ഇഖ്വാനിന നഖീൽ. ഈത്തപ്പനയുടെ തോട്ടം ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങളായ മുഹാജിറുകൾക്കുമിടയിൽ നബിയെ നിങ്ങൾ വിഭജിച്ചോളൂ. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തോട്ടം വിഭജിച്ചിട്ട്, കാരണം അവരുടെ തോട്ടാണ്, പക്ഷെ അവർ പറയാണ് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇഖ്വാനുകൾക്ക് ഇതിൽ നിന്ന് നബിയെ നിങ്ങൾ ഭാഗിച്ചു കൊടുത്തോളൂ. അപ്പോൾ ഇന്ന ഭാഗം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അത് വേണ്ട, മറിച്ച് എന്ത് ചെയ്യുക, ഇവർക്ക് കൃഷിയൊന്നും ചെയ്യാൻ അറിയില്ല, അവർക്ക് തോട്ടം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം മക്കയിലുള്ളവർക്ക് കൃഷിയുമായി വലിയ ബന്ധമല്ല, അത് അൻസാറുകൾക്കായിരുന്നു, മദീനക്കാർക്കായിരുന്നു. അതുകൊണ്ട് അത് വേണ്ട. തക്ഫൂനൽ മഊന വനുശ്രികുകും ഫിസ് സമറ ഖാലു സമിഅനാ വ അതാന. എന്താണ്? കൃഷി നിങ്ങൾ ചെയ്യുക, മുഹാജിറുകളും കൂടിത്തരും, പക്ഷേ മെയിനായിട്ട് അതിന് മേൽനോട്ടം നിങ്ങൾ വഹിക്കണം. പക്ഷേ സമറത്ത് എന്ത് ചെയ്താൽ മതി? വിഭജിച്ചാൽ മതി. നോക്കൂ, നിങ്ങൾ ആദ്യം പറഞ്ഞതിനേക്കാൾ അൻസാറുകൾക്ക് കുറച്ചുകൂടി ഖൈറ് രണ്ടാമത് പറഞ്ഞതാണോ? അല്ല. മറ്റേത് തോട്ടങ്ങ് കൊടുത്താൽ മതി, ഇവർക്ക് ഇവരുടെ ഭാഗം മാത്രം നോക്കിയാൽ മതിയല്ലോ. എന്നാൽ അങ്ങനെയല്ല, ഈ കൃഷിയുടെ മേൽനോട്ടമൊക്കെ വഹിക്കുകയും വേണം, എന്നാൽ പഴവർഗ്ഗങ്ങൾ തുല്യമായി വീതിച്ചു കൊടുക്കുകയും വേണം. സമിഅനാ വ അതഅനാ എന്ന് പറഞ്ഞു. ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ലഖദ് കഫൗനൽ മഊന വ അഷ്റഖൂന ഫിൽ മഹ്ന. ജോലി ഞങ്ങളുടെ കൂടെ ചെയ്തു, അതേ സന്ദർഭത്തിൽ പഴവർഗ്ഗങ്ങൾ വീതിച്ച് നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഹത്താ ലഖദ് ഹസിബ്ന അൻ യദ്ഹബൂ ബിൽ അജ്രി കുല്ലിഹി. മുഹാജിറുകളുടെ ബേജാർ എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലെ, സകല പ്രതിഫലവും അൻസാറുകൾ കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ ഭയപ്പെടും. മൊത്തം പരലോകത്തെ കൂലി അവർ കൊണ്ടുപോകും, ഞങ്ങൾക്കൊന്നും ഉണ്ടാവൂലേ? മുഹാജിറുകളുടെ സ്വഹാബത്ത് എപ്പോഴും ഈ അജ്റിൻ്റെ വിഷയത്തിൽ പേടിച്ചിരുന്നു. നബിയോട് അവർക്ക് പറയാനുണ്ടായിരുന്ന പരാതി എപ്പോഴും എന്താണ്? കൂലി മറ്റുള്ളവർ കൊണ്ടുപോകുമോ എന്നുള്ള പേടിയായിരുന്നു. അതുകൊണ്ടാണല്ലോ ചില മുഹാജിറുകൾ വന്നിട്ട് നബിയോട് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലെ, പണക്കാരായ ആളുകൾ സകല പ്രതിഫലവും കൊണ്ടുപോയി, അവർ നോമ്പൊൽക്കുന്നു, ഞങ്ങളും നോമ്പൊൽക്കുന്നു, ഞങ്ങൾ നമസ്കരിക്കുന്നു, അവരും നമസ്കരിക്കുന്നു, പക്ഷേ അവർ സദക്ക ചെയ്യുന്നു, അത് ഞങ്ങൾക്ക് ചെയ്യാനില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 തവണ പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ പോലെ എത്താൻ പറ്റും. അങ്ങനെ മുഹാജിറുകൾ ഇത് ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അൻസാറുകളും പണക്കാരും ചോദിച്ചു, എന്തായി ചൊല്ലുന്ന റസൂൽ പഠിപ്പിച്ച? പിന്നെ അവരും ചൊല്ലാൻ തുടങ്ങി. വീണ്ടും പരാതി, നബിയെ, ഇത് കണ്ട് അവരും ചൊല്ലാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തീഹി മൻ യശാ. അത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകും. അപ്പോൾ ഈ ഒരു ബേജാർ അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ഒരു മുസാബഖത്ത്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും റഹ്മത്തിലേക്കുമുള്ള ആ ഒരു മത്സര ബുദ്ധി അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ വിചാരിക്കുന്നത് മുഴുവൻ പ്രതിഫലവും അൻസാറുകൾ കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു നബിയെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ, ഇത് നമുക്കൊക്കെ ഉള്ള ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അങ്ങനെ പേടിക്കണ്ട, അതിനൊരു വഴി പറഞ്ഞുതരാം. എന്താണത്? മാ അസ്നൈതും അലൈഹിം, നിങ്ങളെപ്പോഴും അവരെ വാഴ്ത്തി പറയുക, നിങ്ങൾ അവരുടെ മഹത്വം അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അവർ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എടുത്തു പറയണം.
അതിനു പുറമെ വദഅഉതുമുല്ലാഹ ലഹും, നിങ്ങൾ അവർക്ക് വേണ്ടി ധാരാളം ദുആ ചെയ്യണം. എങ്കിൽ പ്രതിഫലത്തിൽ അവരുടെ കൂടെ എത്താൻ പറ്റുന്നതാണ്. സ്വഹീഹായൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങൾക്കാരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ നിങ്ങൾ തത്തുല്യമായത് തിരിച്ചു ചെയ്യണം. മുക്കാഫഅത്ത്, അതായത് സത്യവിശ്വാസികൾ ഒരിക്കലും താഴെ ആവാൻ പാടില്ല എന്നാണ്. താഴെ ആവാൻ പാടില്ല. അൽ യദുൽ ഉലിയ ഖൈറു മിനൽ യദിസ് സുഫ്ല, താഴ്ന്ന കൈയേക്കാൾ ഉയർന്ന കൈയാണ് എപ്പോഴും ഖൈർ. അതുകൊണ്ട് തന്നെ ഒരു ടീം താഴെ മറ്റൊരു ടീം മേലെ ആവാതെ പരമാവധി ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ടും ചെയ്യണം. നബിയുടെ ഒരു രീതി അതായിരുന്നു. ഒരാൾ ഇങ്ങോട്ടൊരു നന്മ ചെയ്താൽ തിരിച്ചങ്ങോട്ടും ഒരു കാര്യം ചെയ്തു കൊടുക്കും. മുക്കാഫത്ത്, തുല്യമാക്കുക. എന്നാൽ എല്ലാവർക്കും അതിന് പറ്റുമോ? പറ്റൂല. എല്ലാവരുടെ അടുത്തും അങ്ങനെ തിരിച്ച് ചെയ്യാനുണ്ടാവില്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങോട്ട് ചെയ്ത ആൾക്ക് വേണ്ടി ധാരാളം അങ്ങോട്ട് ദുആ ചെയ്യുക, ഒരുപാട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു മുക്കാഫത്തായി അത് മാറുന്നതാണ്. അതുകൊണ്ടാണ് ജസാക്കുമുല്ലാഹു ഖൈറ എന്നുള്ളത് മിനിമെങ്കിലും പറയണം. ജസാക്കുമുല്ലാഹു ഖൈറ, അതൊരു ദുആ ആണ്. അപ്പോൾ നമുക്ക് നന്മ ചെയ്തു തരുന്ന ആളുകൾക്ക് വേണ്ടി ധാരാളമായി ദുആ ചെയ്യൽ പോലും വലിയ പുണ്യകർമ്മമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ അസ്നൈതും അലൈഹിം, അവരുടെ നന്മകൾ നിങ്ങൾ പറയണം, അതിൽ പിശുക്ക് കാണിക്കരുത്. വദഅഉതുമുല്ലാഹ ലഹും, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾക്കും അതേപോലെ പ്രതിഫലത്തിലെത്താൻ സാധിക്കുന്നതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇലാ അൻ യുഖ്തി അലഹുമുൽ ബഹ്റൈൻ, ബഹ്റൈനിൽ നിന്ന് ലഭിക്കുന്ന, അവരുമായിട്ട് സുൽഹായതായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ടാക്സ് മറ്റ് കാര്യങ്ങൾ ഇത് അൻസാറുകൾക്കിടയിൽ വിതരണം ചെയ്യാൻ റസൂലുള്ളാഹി ഉദ്ദേശിച്ചു. അവിടെ നിന്ന് കിട്ടുന്നത് ഇന്നെന്ന അൻസാറുകൾക്കാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയാണ്, ലാ നബിയെ വേണ്ട, ഇല്ല അൻ തുഖ്തി അലി ഇഖ്വാനിനാ മിനൽ മുഹാജിരീൻ, മുഹാജിറുകൾക്കും കൊടുക്കണം, അവർ കൂടി കൊടുക്കണം. നേരത്തെ മുഹാജിറുകൾക്ക് കൊടുത്തപ്പോൾ അവർ അങ്ങനെ പറഞ്ഞതായ ഹദീസിലില്ല, സ്വത്ത് കൊടുത്തപ്പോൾ. എന്നാൽ അൻസാറുകൾക്ക് കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പരിഗണിക്കുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിന് മുൻകൂട്ടി അറിയാമായിരുന്നു പിന്നീട് വരുന്ന ചില ഭരണാധികാരികൾ അൻസാറുകൾ അവഗണിക്കുമെന്ന് റസൂലുള്ളാഹിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ പ്രത്യേകം പരിഗണിച്ചത്. പക്ഷേ അൻസാറുകൾ പറഞ്ഞു, വേണ്ട നബിയെ, ഞങ്ങളുടെ സഹോദരങ്ങളായ മുഹാജിറുകൾക്ക് കൂടി നബിയെ നൽകണം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇമ്മാല, അങ്ങനെയാണെങ്കിൽ വേണ്ട, പക്ഷേ ഫസ്ബിറു ഹത്താ തൽഖൗനി, ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് വെച്ച് എന്നെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായിക്കോ. കാരണം ഫഇന്നഹു സയുസീബുക്കും ബഅദി അസറത്തുൻ, എനിക്ക് ശേഷം പക്ഷപാതിത്വം കാണിക്കുന്ന ചില ഭരണാധികാരികൾ വരും. ഖുലഫാഉർ റാഷിദീങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്, അതിനുശേഷം ചരിത്രത്തിൽ കാണാം അങ്ങനെയുള്ള ചില ആളുകൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയത്. അപ്പോൾ അൻസാറുകളുടെ ആ ഒരു മനസ്സ് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു മനസ്സാണ്. ചില മണ്ണ് ചില മനുഷ്യരെ പാകപ്പെടുത്തും. ഓരോ നാടും ചില മനുഷ്യർക്ക് ചില സ്വഭാവങ്ങൾ നൽകും. അതിൽ യസ്രിബ്, മദീന, ആ നിലക്കുള്ള വളരെ നല്ല ഒരു മനസ്സാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന ഭാഗം പോലും അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ വന്നതാണ്. നമ്മൾ കേട്ടതാണ്, ധാരാളം ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു വിരുന്നുകാരായിക്കൊണ്ട് ആവശ്യക്കാർ വന്നു, അവരെ സൽക്കരിക്കാൻ നബിയുടെ വീട്ടിലൊന്നുമില്ല. അപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വല്ലതുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല. പോയപ്പോൾ കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. തൻ്റെ ഭാര്യയോട് പറഞ്ഞു, കുട്ടികളെ എന്തെങ്കിലും പറഞ്ഞു ഉറക്കണം, എന്നിട്ട് അതിഥികൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക, നമുക്ക് കഴിക്കണ്ട. പക്ഷേ അതിഥികൾ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് കഴിക്കാൻ നേരം നീ എന്ത് ചെയ്യണം, വിളക്ക് കെടുത്തി കളയണം, നമുക്ക് കൈകൊണ്ട് ആംഗ്യം കാണിക്കാം, അവർ ഭക്ഷണം കഴിക്കട്ടെ. നോക്കൂ, അവർ മനസ്സിൽ സ്വയം തീരുമാനിച്ചൊരു കാര്യമാണ്. മുൻകൂട്ടി ഖുർആനിലും ഹദീസിലും വന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നേരത്തെ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യല്ല, അവരുടെ മനസ്സിൽ തോന്നുകയാണ് ആ ഒരു ഖൈർ. നോക്കതൊരു വലിയ തൗഫീഖാണ്. അള്ളാഹു അവരെ നോക്കി ചിരിച്ചു എന്നാണ് ഒരു ഹദീസിലുള്ളത്. അള്ളാഹു അവരുടെ കാര്യത്തിൽ അത്ഭുതപ്പെട്ടു എന്ന് മറ്റൊരു ഹദീസിലും കാണാം. അത്രമാത്രം മഹനീയമായ പ്രവർത്തനം. അഥവാ അവർക്ക് വിശക്കുന്നുണ്ട്, മക്കളെ ആരെങ്കിലും പരിഗണിക്കാതിരിക്കോ? പക്ഷെ ആ കുട്ടികളെ, കരയുന്ന കുട്ടികളെ ഉറക്കാൻ പറഞ്ഞു, അവരെ ഉറക്കി. എന്നിട്ട് ആ വീട് മുഴുവൻ അന്ന് പട്ടിണി കിടന്നു ഇവർക്ക് വേണ്ടി.
അതാണ് ആ മനസ്സ്. അതാണ് വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി, ഹൃദയത്തിൻ്റെ ആ പിശുക്കിൽ നിന്ന് ആരാണോ രക്ഷപ്പെടുന്നത്, ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണ്. നമുക്ക് 3 ആളെ ഭക്ഷണം ഉണ്ടെങ്കിൽ ഒരു 3 ആളെയും കൂടി കാണുമ്പോഴേക്ക് ബേജാറാണ്. അത് ആ ഒരു ശുഹാണ്. വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണ്. ആ ഒരു ശുഹ് ഉണ്ടാവരുത്. 3 ആൾ ഭക്ഷണമുള്ളിടത്തിൽ 30 ആൾ വന്നാലും അത് തുല്യമായി വീതിച്ച് നൽകാനുള്ള, ആ വിട്ടുകൊടുക്കാനുള്ള ആ ഒരു മനസ്സ്, അതാണ് വിജയം. നേരത്തെ മുഹാജിറുകളെക്കുറിച്ച് സാദിഖൂൻ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അള്ളാഹു പറഞ്ഞത് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അൻസാറുകൾ വിജയികളാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അതും സത്യവിശ്വാസത്തിൻ്റെ മറ്റൊരു ദറജയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞില്ലേ, വലിയൊരു ദറജയാണ് മുഫ്ലിഹീങ്ങളായി തീരുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ നിലക്കുള്ള സ്വഭാവ മഹിമകൾ, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ആ ഒരു മഹാത്മ്യം, സ്വഭാവത്തിൽ അവരുടെ ആ ഒരു ഔന്നിത്യമേറിയ അവസ്ഥ, അത്തരമൊരവസ്ഥയിലെത്തിപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ. അവർ പ്രവേശിക്കുന്ന അതേ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അവരുടെ മുറാഫഖത്ത്, അവരുടെ സാമീപ്യവും മറ്റും ലഭിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.